ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം RRBJ 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്. അപ്പം അപ്ലൈ ചെയ്യേണ്ട ടൈമാണ്. ഇപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമുക്കറിയാം അതിൻ്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ RRBJ എന്ന എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30/11/2025 ആണ്. അതായത് നവംബർ മാസം 30 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ഇതിൽ പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളും ഇതിൻ്റെ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്റ്റുഡൻസ് പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതല്ല ഉള്ളൂ, ഇനി എക്സാമിന് ഇനിയും കുറച്ചധികം ടൈം കിട്ടില്ലേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതായത് എക്സാം അടുത്തിട്ട് പഠിച്ചു തുടങ്ങിയാൽ പോരെ എന്നൊക്കെയുള്ള രീതിയിൽ സ്റ്റുഡൻസ് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു എക്സാം നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകത എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ 2024 ലാസ്റ്റ് JEE നടന്നത്. അപ്പം JEEയുടെ നോട്ടിഫിക്കേഷൻ 2024 വന്നത് ജൂലൈ 27 അത് കഴിഞ്ഞ് കറക്റ്റ് 120 ദിവസങ്ങൾക്ക് ശേഷം, അതായത് CBT1 എക്സാം നടന്നത് ഡിസംബർ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ നമ്മളിവിടെ RRBJയുടെ 2025 നോട്ടിഫിക്കേഷൻ വന്നത് ഒക്ടോബർ 31 നമ്മൾ 2024 റിപ്പീറ്റ് ചെയ്ത അതേ ഒരു ഇത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ 120 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഫെബ്രുവരി മാർച്ചിലേക്ക് നമുക്ക് എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് CBT2 എക്സാം 2024 നടന്നത് ഏപ്രിൽ 22 ജൂൺ 4 നമുക്ക് 2025 ഇപ്പോൾ ഫെബ്രുവരി മാർച്ചിൽ CBT1 നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂലൈ ഓഗസ്റ്റിലേക്ക് നമുക്ക് CBT2 പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മളൊരു 120 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ എക്സാം അടുത്തിട്ട് പഠിക്കാമെന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം അടുത്തിട്ട് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 2-3 ആഴ്ചയായിരിക്കും എക്സാം ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും JEE ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കഴിഞ്ഞ 2024 ഒരു പാറ്റേൺ തന്നെ ഇത് ഫോളോ ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ALPയുടെ നോട്ടിഫിക്കേഷനല്ലേ ആദ്യം വന്നത്, അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ലല്ലോ, ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ, സെക്ഷൻ കൺട്രോളറുടെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ, അപ്പോൾ ഈ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടല്ല നമ്മുടെ JEE വരൂ എന്നൊരു നിങ്ങളുടെ മൈൻഡിൽ കാണും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, 2024 ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നത് ജാനുവരിയിലായിരുന്നു, അതിൻ്റെ JEEയുടെ നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈയിലായിരുന്നു. പക്ഷേ ALPയുടെ എക്സാം ഡേറ്റ് വന്നത് നവംബർ മാസത്തിലാണ്. നവംബർ ലാസ്റ്റോടെ ആയിരുന്നു ALPയുടെ എക്സാം നടന്നത്. അതിൻ്റെ പുറകിൽ തന്നെ JEEയുടെ എക്സാം ഡേറ്റും അതേപോലെ അതിന് മുമ്പ് തന്നെ ടെക്നീഷ്യൻ്റെ എക്സാം ഡേറ്റും ഒക്കെ അവർ പുറകിന് അനൗൺസ് ചെയ്തു. അപ്പം നമുക്ക് ALPയുടെ എക്സാം ഡേറ്റ് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ആദ്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ALPയുടെ എക്സാം ഡേറ്റ്. അപ്പോൾ ALPയുടെ എക്സാം ഡേറ്റ് വന്നാൽ ഉടൻ തന്നെ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ നടത്താം, അത് കഴിഞ്ഞ് സെക്ഷൻ കൺട്രോളർ, അത് കഴിഞ്ഞ് JEE, അങ്ങനെ പിന്നീട് NTPCയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ പുറകിനെ എക്സാംസ് നടത്തിക്കൊണ്ടേയിരിക്കും. നോട്ടിഫിക്കേഷൻ്റെ ഇടയിൽ മാത്രമാണ് ഇത്ര ഗ്യാപ്പ് വരാറുള്ളത്, എക്സാംസിൻ്റെ ഇടയിൽ അത്രയും ഗ്യാപ്പ് വരാറില്ല. അടുപ്പിച്ചടുപ്പിച്ച് എല്ലാത്തിൻ്റെ എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. 2024 ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് 120 ദിവസങ്ങളേ ഉള്ളൂ ഇനി നമ്മുടെ മുന്നിലെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ RRBJ എന്ന ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. RRBJ പ്രീമിയർ 1.0 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിരിക്കും കൂടുതലും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് RRBJ എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.